ഹലോ, ഇന്ന് ഉച്ചക്കത്തെ കുറച്ച് വിശേഷം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പണിക്കാളുണ്ട്. ഇപ്പോൾ രണ്ടാളുണ്ട് പണിക്ക്. അപ്പോൾ നായ്ക്കോട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഉച്ചക്ക് ചോറ് ചോറിന് അരിയിടാൻ വേണ്ടി നോക്കും ഇന്ന്. അങ്ങനെ ചോറിന് അരിയിട്ട് ഇന്ന് സാമ്പാറാക്കാമെന്നാണ് വിചാരിക്കുന്നത്. സാമ്പാറും എല്ലാം ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വേഗം ചോറിന് അരിയിടട്ട്. അപ്പോൾ പണി എന്ന് പറഞ്ഞാൽ നായ്ക്കൂട് കിട്ടുന്നതാണ്. ഇരുമ്പിൻ്റെ കൂടെ ഉണ്ടായിന്, അതെല്ലാം തുരുമ്പിച്ച് പൊട്ടിത്തുടങ്ങി. എന്നിട്ട് കല്ലോണ്ട് തന്നെ കെട്ടുപോയിന്. കല്ലോണ്ട് തന്നെ കെട്ടിയിട്ട് ഒരു നായ്ക്കൂടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. നല്ല മഴയും വരുന്നുണ്ട്, നല്ല മഴയും ഉണ്ട്. ഇങ്ങനെ മഴക്കാരെല്ലാം പിടിച്ച് വരുന്നുണ്ട്. ഏത് സമയം പെയ്യും അങ്ങനെയുള്ളത്. അങ്ങനെ ചോറിന് അരിയിട്ട് നമ്മളെ കറീൻ്റെ പണിയും കൂടെ നോക്കട്ടെ. അപ്പോൾ സാമ്പാറും വെച്ച് കൈപ്പക്കി ഉപ്പേരി ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗ്യാസുമ്മൽ ഇതിൻ്റെ അകത്ത് ആക്കിയാൽ തിളച്ചിട്ടാകുമ്പോൾ നമുക്ക് നമ്മളെ ഇതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തേക്ക് മാറ്റിയാൽ മതിയല്ലോ. അങ്ങനെ പരിഷത്തിൻ്റെ ചൂടാറാപ്പെട്ടിയിലേക്ക് മാറ്റിയാൽ വേഗം വെന്ത് കിട്ടിക്കോളും. അങ്ങനെ ഇതിൻ്റെ അകത്ത് നിന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവർക്ക് രാവിലെ ചായൻ്റെ പലഹാരം എന്ന് പറഞ്ഞാൽ ഇന്ന് പിട്ടാന്നുണ്ടായിന്. പിട്ടും കടലക്കറിയാന്ന് ആക്കിയിനി. അപ്പോൾ ചായ കൂടിയെല്ലാം അവരത് കഴിഞ്ഞു. അങ്ങനെ ഇതിൻ്റെ തറ കെട്ടിയിട്ടുണ്ട്. തറയെല്ലാം ഏകദേശമായി. ഇനിയിപ്പം ഇന്ന് തന്നെ അവർ എല്ലാം ചുമരും എല്ലാം വെക്കും. വേഗം ആവുന്ന പറഞ്ഞിന്. പിന്നെ മുകളിൽ എന്തെങ്കിലും ഇടുവല്ലേ വേണ്ടു, ഷീറ്റോ കാര്യമോ എന്തെങ്കിലും ഇടുവല്ലേ വേണ്ടു. അപ്പോൾ ഇതാണ് നായ്ക്കൂട് ആക്കുന്നത്. അങ്ങനെ അവർ ഉച്ചക്ക് ചോറിനാൻ കയറി. അപ്പോൾ സാമ്പാറും കൈപ്പക്ക ഉപ്പേരിയും പപ്പടുമാണ് ചോറിന് കറി. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അവർ ചോറിനാൻ കയറി തന്നെ നല്ല മഴ വന്നേ പിന്നെയാണ് അവർ ചോറിനാൻ കയറി. 2 മണിയാവാനായി. അപ്പോൾ നല്ല മഴ വന്നിട്ടുണ്ട്. ആ സമയത്താണ് അവർ ചോറിനാൻ കയറി. എന്നാൽ അത്ര പോലെ റെസ്റ്റ് ആയല്ല, മഴ തന്നെയും വേണ്ടല്ല. അതുകൊണ്ട് ആ സമയത്താണ് അവർ ചോറിനാൻ കയറി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.